ഇനി മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോഴിക്കോട് INL പ്രതിഷേധം. വഖഫ് നിയമം അറബിക്കടലിലെറിഞ്ഞാണ് പ്രതിഷേധം. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, ഗുഡ് ഈവനിംഗ്. എങ്ങനെയാണ് പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്? ക്രിസ്ത്യന വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് വിവിധയിടങ്ങളിൽ നടന്നു വരുന്നത്. സാമുദായിക സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഭാഗത്തുനിന്ന് വിവിധ തലങ്ങളിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ INLന്റെ ഭാഗത്തുനിന്ന് ഇത്തരം വേറിട്ട ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. അവർ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് അറബിക്കടലിൽ എറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ റാലിയാണ് ഇപ്പോൾ ബീച്ചിലെത്തിയിരിക്കുന്നത്. നമുക്കിപ്പം INLന്റെ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ഇവർക്കും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറും ചെയ്യുന്നുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധമാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതിഷേധം നിലയ്ക്കാണ് ഈ പരിപാടിയുടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് കേന്ദ്രത്തിൽ സംഘപരിവാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയിലെ മതേതര കക്ഷികളൊക്കെയും ഒറ്റക്കെട്ടായി എതിർക്കുന്ന സാഹചര്യം പാർലമെൻ്റ് അകത്തും പുറത്തുമുണ്ടായിട്ടും അത് ഗവനിക്കാത്ത രീതിയിൽ ഈ നിയമം ഈ രാജ്യത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്. ഇതിനെതിരായി വലിയ പ്രക്ഷോഭം രാജ്യവ്യാപകമായി നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് INL പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ അതിശക്തമായ സമരങ്ങളുമായി INL മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്ന് പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമത്തിൻ്റെ കോപ്പികൾ പ്രതീകാത്മകമായി ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കേരളത്തിലെ ഞങ്ങളുടെ പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല. മുമ്പ് CAA പ്രശ്നം വന്ന സമയത്തും ഞങ്ങൾ അറബിക്കടലിലേക്ക് ഒഴുക്കിയിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങൾ ഒരാഴ്ച കൊണ്ടാണ് ഇത്രയും വലിയ ജനക്കൂട്ടം വന്നിരിക്കുന്നത്. കാരണം ഈ വിഷയത്തിൻ്റെ ഗൗരവം എല്ലാവരും, സ്ത്രീകളും കുട്ടികളും അടക്കം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പുതുമയുള്ളൊരു പരിപാടി എടുത്തത് കാരണം ഈ വിഷയത്തിൽ എല്ലാ തരത്തിലുള്ള ശ്രദ്ധയും തിരിയണമെന്നതുകൊണ്ട് തന്നെ. ഇത് കേവലം ഒരു വഖഫിൻ്റെ പ്രശ്നമല്ല. ഈ മതേതര രാജ്യത്ത് എല്ലാ വിഭാഗത്തിനും അവരുടെ മത വിശ്വാസ ആചാര അനുഷ്ഠാന സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ വിഷയത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരായി മാറ്റിയെടുക്കാനുള്ള RSSന്റെ ഗൂഢ അജണ്ടയുടെ ഭാഗമാണ് ഇത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അവിടെ ഡൽഹി, UP അതുപോലെ പഞ്ചാബിൽ കർഷക ബില്ല് പിൻവലിക്കാൻ വേണ്ടി എങ്ങനെയാണോ മോദി സർക്കാർ നിർബന്ധിതരായത്, അതേ നിലക്ക് തന്നെ ഈ വഖഫ് നിയമവും പിൻവലിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് നിർബന്ധിതരാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാനം വരെ വിജയം വരെ പോരാൻ വേണ്ടി മതേതര ശക്തികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിശദാംശങ്ങളുമായി അറബിക്കടലിലേക്ക് അതിൻ്റെ കോപ്പി വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോകുന്നത്. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. വഖഫിനെതിരെയാണ് വലിയ പ്രതിഷേധം അവിടെ കോഴിക്കോട്ട് ഉയർന്നത്.